വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 18 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വഴിതെറ്റിയ ആടിന്റെ ഉപമ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച്, വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾക്ക് യേശു നൽകുന്ന പുതിയ ഒരു ഭാഷ്യം. യേശുവിനാൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവ മനസ്സിനെ ആധുനിക മനുഷ്യന്റെ സാമ്പത്തിക ശാസ്ത്രം തീർത്തും അർത്ഥശൂന്യമായ ഒന്നായിട്ട് തീരുന്നു. കാരണം ഇന്നത്തെ സുവിശേഷം നാം ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ 100 ആടുകളുള്ള ഒരു മനുഷ്യന് ഒരു ആട് നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുകയാണ് ആ വീട്ടുടമസ്ഥൻ. ആധുനിക മനുഷ്യന്റെ സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് നഷ്ടപ്പെടാത്ത 99 സംതൃപ്തി കണ്ടെത്തി അതാണ് ലാഭകരമായിട്ടുള്ള കാര്യം. നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഉറപ്പുള്ള കാര്യം ഉപേക്ഷിക്കാനിടവരിക എന്നുള്ളത് ബുദ്ധിശൂന്യതയാണ്. ഇനി നഷ്ടപ്പെട്ടത് ഒന്നുകിൽ തിരിച്ചു കിട്ടാം, അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. തിരിച്ചു കിട്ടി എന്ന് ഒരിക്കൽ തന്നെ സ്വന്തം സംരക്ഷണത്തിലുണ്ടായിരുന്ന 99 ആടുകളുടെ സംരക്ഷണത്തെക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ് എന്ന ഒരു മനസ്ഥിതിയാണ് നാം ഇവിടെ കാണുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പോലും അവഗണനയ്ക്ക് വിധേയമാകാൻ ഇടവരരുത്. സുവിശേഷത്തിന്റെ വാക്യങ്ങളിൽ കൂടെ നാം മനസ്സിലാക്കുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവനും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിന്റെ മനസ്സ്. ഈ ചെറിയവർ എന്ന പദം സുവിശേഷത്തിൽ നാം കാണുന്നത് അനാവിൻ യാവേ എന്ന ഹീബ്രു പദത്തിന്റെ വിവർത്തനം എന്ന രീതിയിലാണ്. അനാവിൻ യാവേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പാവപ്പെട്ട മനുഷ്യര് എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന മനുഷ്യർ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന മനുഷ്യരുടെ സ്ഥിതി ഏറ്റവും കാര്യമായ രീതിയിൽ പരിഗണിക്കുന്ന ഒരു മനസ്സാണ് ദൈവത്തിനുള്ളത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് യേശു. തികച്ചും ആശ്രിത വത്സലനാണ് ദൈവം എന്ന ആ സത്യം യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനാകും. സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളഞ്ഞാലും വലിയ കാര്യങ്ങൾ വിടാതിരിക്കുന്നതാണ് ലാഭകരം എന്ന ചിന്തയാണെങ്കിൽ, ദൈവത്തിന്റെ മനസ്സ് വലിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്നതിനെ നഷ്ടം സംഭവിച്ചാൽ തന്നെ ചെറിയതും നിസ്സാരവുമാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല എന്ന് വിചാരിക്കുന്നതാണ്. ഈ ആശയം മറ്റു പല അവസരത്തിലും യേശു പ്രകടമാക്കുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചല്ല, രോഗികളെയാണ്. അവിടെയും യേശു അർത്ഥമാക്കുന്ന ആശയം ഇതാണ്: വലിയ കഴിവും പാണ്ഡിത്യവും അറിവും ഉള്ള ആളുകളെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ മനസ്സിന്റെ ആഭിമുഖ്യം പാവപ്പെട്ട നിസ്സാരവൽക്കരിച്ചിരിക്കുന്ന ചെറിയവരായ മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതിലായിരിക്കണം എന്നതാണ് ദൈവിക മനസ്സിന്റെ തനിമ എന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോ ദൈവത്തിന്റെ മനസ്സിന്റെ രൂപവും ഭാവവും ആവാഹിച്ചെടുത്തിട്ടുള്ള മനുഷ്യ മനസ്സിനെ
അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളോട് പക്ഷം ചേരുക എന്നുള്ളത് അവരുടെ ജീവിതധർമ്മമായിട്ട് തീരാനിട വരും. ഇവിടെയാണ് ആ സുവിശേഷത്തിന്റെ തനിമയും ആ സുവിശേഷത്തിന്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ലോകത്തിന്റെ മുമ്പിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.